ടെക്സ്റ്റിലെ 7 ചാപ്റ്റർ ഉള്ളതിൽ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞതിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയും. ആക്ച്വലി ആ 3 കാര്യങ്ങളുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമുക്ക് ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതാം. ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സർക്കിൾസ് ആൻഡ്, ഇത് മായ്ച്ചു കളയാം. വെള്ളയിൽ എഴുതാം അല്ലേ? ഓക്കെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്താണ്? സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്താണ്? സർക്കിൾസ് ആൻഡ് ആംഗിൾസ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അല്ലേ? സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നാണ് അല്ലേ? ഏഞ്ചൽ അല്ല, എന്താണ്? ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാം എന്താണ് സർക്കിൾ എന്നതിനെ കുറിച്ചിട്ട്. സർക്കിൾ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് ഡയഗ്രമാണ് സർക്കിൾ. ചിലവർക്ക് അത് ആൻസർ പേപ്പറിലും കിട്ടാറുണ്ട് അല്ലേ? ആൻസർ പേപ്പറിൽ ടീച്ചർ മാർക്ക് ചെയ്യുമ്പോൾ സർക്കിൾ കിട്ടാറുണ്ട്, എന്താ മുട്ട കിട്ടാറുണ്ട് അല്ലേ? തമാശ പറഞ്ഞതാണ്. അപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കി, ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. 2 ഡയമെൻഷൻ എന്താണെന്ന് അറിയില്ല, നമുക്ക് പേപ്പറിൽ വരക്കാൻ പറ്റിയ ഒരു ഫിഗറാണ്. സർക്കിൾസ് അതിൻ്റെ ഉള്ളിലുള്ള പല ആംഗിളുകളെ കുറിച്ച് പഠിക്കും അല്ലേ? നിങ്ങൾ നോക്കിയേ, എന്നെ നോക്കിക്കോ. ഓക്കെ, ഇത് ഞാനാണ്. ഓക്കെ, നോക്കിക്കോ, ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ബോഡി. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇതെൻ്റെ ബോഡി, ഇത് ഞാൻ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ കറങ്ങണേണ്. നോക്കി, ഇങ്ങനെ കറങ്ങി എന്ത് ചെയ്യാം? കറങ്ങി ഇവിടെ എത്താം. കൃത്യം ഇവിടെ എത്തുമ്പോൾ എന്തായി? ആക്ച്വലി 360 ഡിഗ്രി കറങ്ങി എന്ന് നമ്മൾ പറയും അല്ലേ? ഡിഗ്രിയിൽ മെഷർമെൻറ്റ് പറയണമെങ്കിൽ നമുക്ക് 2 രീതിയിൽ മെഷർമെൻറ്റ് പറയാം. ആംഗിളുകൾ നമുക്ക് 2 രീതിയിൽ പറയാം. എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഡിഗ്രി അല്ലേ? ഡിഗ്രിയിലാണ്. പിന്നെ ഉള്ളതാണ് റേഡിയൻ മെഷർമെൻറ്റ്. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിഗ്രി മെഷർമെൻറ്റിലാണ്. നമുക്ക് റേഡിയനൊക്കെ ഇനി കുറച്ചാളൊക്കെ കഴിയുമ്പോൾ വലുതാവുമ്പോൾ അല്ലേ, മാത്സിൽ ഇമ്മിണി വലുതാവുമ്പോൾ പഠിച്ചാൽ മതി റേഡിയൻ്റെയൊക്കെ കാര്യം. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുന്നത് ഡിഗ്രിയാണ്. ആദ്യം അത് പഠിച്ചിട്ടാണല്ലോ അതിൻ്റെ മൂത്ത കാര്യങ്ങൾ പഠിക്കണം അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടം വരെ എത്തി. അപ്പോൾ 360 ഡിഗ്രി ആണ് ഞാൻ കറങ്ങിയത്. 360 ഡിഗ്രി മെഷർമെൻ്റ് ആണ് ഞാൻ ആക്ച്വലി എടുത്തത്. അപ്പോൾ ഒരു സർക്കിൾ വരക്കുമ്പോൾ നമ്മൾ 360 ഡിഗ്രിയുടെ കേസ് നോക്കണോ? നോക്കേ, ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കേ, ഇതാണ് ഈ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് സാറിൻ്റെ ഇന്ന് പേന തെറിച്ചു പോയി, പേനക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഒരു സർക്കിളാണ്. നോക്കേ, ഈ സർക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണതാണ്? സ്റ്റാർട്ട് ചെയ്യണതാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി ഇങ്ങനെ പോയി തിരിച്ച് അതേ പൊസിഷനിൽ എത്തിയാൽ ഇതിന് ചുറ്റേ എന്ത് ചെയ്യണേ? ഇത് ഒരു റോക്കറ്റ് 90 ഡിഗ്രിയിലാണ് വിക്ഷേപിച്ചെങ്കിൽ ആലോചിച്ച് നോക്കിയേ, അത് ഈ രാജ്യത്തിൽ തന്നെ വന്ന് അതന്നെ, അതായത് ഇത്രയും പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ആംഗിൾ അപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ 45 ഡിഗ്രി എടുക്കുമ്പോഴാണ് ഏറ്റവും ഡിസ്റ്റൻസിൽ പോകാമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? നമ്മുടെ ഇതായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നാൽ 360 ഡിഗ്രീനെ കുറിച്ച്, സർക്കിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് കേക്കൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? കേക്ക് ഇഷ്ടമാണ് അല്ലേ? കേക്ക് എന്തുപോലെ ഇരിക്കുന്നത്? ആക്ച്വലി ഒരു സർക്കിളിൻ്റെ ഷേപ്പ് പോലെ അല്ലേ? അത് ആക്ച്വലി ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണെങ്കിലും അതെന്താണ്? ഒരു ഷേപ്പാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതാണ് അല്ലേ? ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്? ഒരു ബർത്ത്ഡേയിൽ 10 പേരുണ്ടായി. 10 പേർക്കും നിങ്ങൾക്ക് തുല്യമായി മുറിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കേക്കിന് എത്ര കഷ്ണമാക്കി മാറ്റണം? 360 ഡിഗ്രി ബൈ 10 അല്ലേ? 10 കഷ്ണം, ഡിഗ്രി അല്ല 10 കഷ്ണം. അപ്പം എന്താ? 360 ബൈ 10 എന്ത് വരും?
36 അല്ലേ? അതായത് 36 ഡിഗ്രി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണത്, കേക്ക് കട്ട് ചെയ്യാൻ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് 10 കഷ്ണം കിട്ടും. അതായത് 5, 6, 7 തെറ്റിപ്പോയി, എന്നാൽ 8, 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരിക്കട്ടെ. അപ്പോൾ 360 ഡിഗ്രി ഉള്ള ഒരു കേക്ക് എപ്പോഴും വട്ടത്തിലായിരിക്കുമല്ലോ, അല്ലാത്ത കേക്കുകളും ഉണ്ട്. നമ്മളിപ്പോൾ വാങ്ങിച്ചത് വട്ടത്തിലുള്ള കേക്കാണ് പാർട്ടിക്ക്. 10 പേരുണ്ട്. അപ്പോൾ എത്ര ഡിഗ്രി വെച്ച് കട്ട് ചെയ്യണം? 36 ഡിഗ്രി വെച്ച് കട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഏകദേശം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ, അതായത് നോക്കേ, ഞാൻ ഈ 360 ഡിഗ്രി ഉള്ള ഒരു സർക്കിൾ ആംഗിളുള്ള കേക്കിൽ നിന്നും, ഇതൊരു സർക്കിളാണ്, എനിക്ക് ഇത്ര എന്താണെന്ന് അറിയണം. എന്താണ്? തൽക്കാലം ഞാൻ ഒന്നുകൂടി വരക്കാം. ഓക്കെ നോക്കിക്കോ. ഒരു സർക്കിൾ ഞാൻ വരക്കുന്നു. മനസ്സിലായോ? അതിനെന്തുണ്ട്? അതിന് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട് അല്ലേ? സർക്കിളിന് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട്. ആ സെൻറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സർക്കിളിനെ വരക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ സർക്കിളിനെ വരക്കണേന്ന് അല്ലേ? ഇതിനൊരു റേഡിയസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ്, ചെറുപ്പത്തിൽ പഠിച്ച കാര്യമാണ് റേഡിയസ് അല്ലേ? റേഡിയസ് ഉണ്ടാവും അല്ലേ? ഈ റേഡിയസ് എപ്പോഴും ഈ സർക്കിളിൻ്റെ ഏത് പോയിന്റ് എടുത്താലും ആ റേഡിയസ് ഈക്വൽ ആയിരിക്കണം അല്ലേ? അത് കറക്റ്റ് അല്ലേ? പിന്നെന്താണ് ഇതെന്താണ്? ഇത് ടോട്ടൽ, ഈ സാധനം ടോട്ടലിന് വിളിക്കുന്ന പേരാണത് ഡയാമീറ്റർ. അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഡയാമീറ്റർ എന്നുള്ളത് അല്ലേ? ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് സെൻറ്റർ വഴി പാസ് ചെയ്യുന്ന ഒരു ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാമീറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് ആക്ച്വലി നോക്കി, ഞാനിവിടെ എ എന്നിട്ട് ഇവിടെ ബി എന്നിട്ടു. അപ്പോൾ നിങ്ങൾ നോക്കി, ആക്ച്വലി ഈ എ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ഇതിപ്പോൾ ഇവിടെ ഒരുപാട് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളൊരു മൈക്രോസ്കോപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇനി സൂം ചെയ്ത് നോക്കിയാണ്ടല്ലോ, ഈ ലൈൻ ആക്ച്വലി ആ സർക്കിളിൻ്റെ ഒരൊറ്റ പോയിന്റിലേന്ന് തൊട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സർക്കിളുകളൊക്കെ എന്ത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്? പോയിന്റുകൾ വെച്ചിട്ടാണ് അല്ലേ? ഞാൻ ഈവൺ ഇങ്ങനെ ഒരു ലൈൻ വരക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലൈൻ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളാണ് അല്ലേ? അതല്ലേ അതിനർത്ഥം? നോക്കിയേ, ഈ സർക്കിളിലെ സർക്കംഫറൻസ് അല്ലെങ്കിൽ നമ്മൾ പെരിമീറ്റർ എന്ന് പറയൂലേ? ഈ സർക്കിൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൽ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും. ഏതൊക്കെയാണ് ആ പോയിന്റ് സർക്കിളിൻ്റെ? ഇവിടെ എ, ബി. അതെന്ത് ചെയ്യണം? സെൻറ്ററിൽ കൂടി പാസ് ചെയ്യണം. മനസ്സിലായോ? ഇനി സെൻറ്ററിൽ കൂടി പാസ് ചെയ്യാത്ത ഒരു ലൈന് ഞാൻ എടുക്കുകയാണ്. എന്താണ്? എക്സാമ്പിൾ ഇതെടുത്ത് എന്താണ്? സെൻറ്ററിൽ കൂടി പാസ് ചെയ്യാത്ത ഒരു ലൈൻ എടുത്തേക്കണാണ്. മനസ്സിലായോ? ഈ ലൈനിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? കോഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? കോഡ്. ഓക്കെ, എന്താണ്? അതിനെ കോഡ് എന്ന് വിളിക്കും. അത് ആക്ച്വലി എന്താണ്? സെൻറ്ററിൽ കൂടി പാസ് ചെയ്യാതെ വെറുതെ ഞാൻ വരക്കുന്നതേ ഇതൊരു കോഡാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഇതെന്തിനാ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓക്കെ, ബാലകൃഷ്ണൻ പ്ലാച്ചിക്കൽ പറഞ്ഞിട്ടുണ്ട് ഷൈലോക്കാണെന്ന്. ഓക്കെ, ഷൈലോക്ക് യൂട്യൂബിൽ വേറെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഷൈലോക്കെ. നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് ആക്ച്വലി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങണുള്ളൂ. എന്തായാലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ആൻസർ പറയാം. ഇന്നെന്തായാലും നമ്മുടെ ലൈവിൽ ആൾക്കാർ കുറവാണ്. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് അടിക്കാനുള്ള സംവിധാനം നമുക്ക് റെഡിയാക്കാം. മാറി ഓവലായ ഒന്നുകൂടി വരക്കാം. ഒന്നുകൂടി വരക്കാം. ഞാനൊരു സർക്കിൾ വരക്കുന്നു. എന്താണ്? നോക്കേ, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൽ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട് അല്ലേ? ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ വെച്ചിട്ട് അതിനിങ്ങനെ സ്വൈപ്പ് ചെയ്ത് അല്ലെ, ഇങ്ങനെ ഞാൻ വട്ടത്തിൽ കറക്കി. അത് നമുക്ക് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. 360 ഡിഗ്രി ആക്ച്വലി നമുക്ക് കിട്ടും അല്ലെ? 360 ഡിഗ്രി നമ്മൾ തിരിയും അല്ലേ? 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ തലയിറങ്ങി വീഴണം 360 ഡിഗ്രിയിലല്ലേ അല്ലേ? കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ അസംബ്ലിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന പോലെ അല്ലേ? 360 ഡിഗ്രി തലയിറങ്ങി വീഴും അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കേസ് ഇതാണ്. 360 ഡിഗ്രി നമുക്ക് തിരിയാം. ഇനി മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, ഇത് നമ്മൾ ടോട്ടൽ 360 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് അറിയാൻ പാടില്ല. എന്താണ്? എനിക്ക് ഇതെന്താണെന്ന് അറിയില്ല. എന്താണ് ഈ ഒരു n ഡിഗ്രി? ഞാൻ n എന്നിടുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, ഒരു n എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ്. n എന്താണ്? ഒരു വേരിയബിളാണ്. അത് ഏത് നമ്പറെങ്കിലും ആവാം. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, n എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? n എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നമുക്കറിയാം 360 ഡിഗ്രിയിലുള്ളതാണ്
360 ഡിഗ്രി ഒരു ഭാഗമാണ് n. എന്താണ് 360 ഡിഗ്രിയുടെ ഒരു ഭാഗമാണ് n. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും n? അപ്പോൾ ഈ n എന്തായിരിക്കും? അതായത് n/3 വേരിയബിൾ എടുത്ത് അത് നമുക്കറിയില്ല, വേറെ 2-3 വാക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കേ, അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതിന് മുമ്പ് നമുക്ക് ആൾക്കാർ എന്തൊക്കെയുണ്ട് നോക്കാം. ഷൈലോക്ക് പറയുന്നുണ്ട് സ്റ്റക്ക് ആകുന്നുണ്ടെന്ന്. നോക്കാം ഷൈലോക്ക്. ഇവിടെയും നോക്കട്ടെ, ഇവിടുന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല. നമുക്ക് സ്റ്റക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, അത് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് അതൊന്ന് നോക്കാം. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നാണ് പറയും. അതെന്തിലാവട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ, ഇനിയും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് അത് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഓക്കെ അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇത് കേസ് മനസ്സിലായി. ഇനി നമുക്ക് 2 കാര്യങ്ങൾ നോക്കാം. എന്താണ് ആർക്ക് എന്ന് നോക്കാം, എന്താണ് സെഗ്മെന്റ് എന്ന് നോക്കാം. എന്താണ് ആർക്ക് എന്ന് നോക്കാം, എന്താണ് സെഗ്മെന്റ് എന്ന് നോക്കാം. നോക്കിയേ, ഞാനൊരു സർക്കിൾ വരക്കുന്നു. നോക്കിയേ, ഈ സർക്കിളിൽ സെൻറ്റർ പോയിന്റ് ഉണ്ട്. ഇനി ഈ എന്താണ് ആർക്ക് നോക്കിയേ മക്കളെ, ഞാൻ 2 പോയിന്റ് എടുക്കുന്നു. ഒരു പോയിന്റ് എ, ഒരു പോയിന്റ് ബി, ഒരു പോയിന്റ് എ, ഒരു പോയിന്റ് ബി. അപ്പോൾ എന്താണ് ആക്ച്വലി ആർക്ക്? ആർക്കിന്റെ ഡെഫിനിഷൻ ഇതാണ്. നോക്കിയേ, ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദ സർക്കിൾ. എന്താണ്? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദ സർക്കിൾ ബിറ്റ്വീൻ 2 പോയിന്റ്. അല്ലെ, 2 പോയിന്റുകൾ തമ്മിലുള്ള സർക്കംഫറൻസ്, അതായത് സർക്കിളിന്റെ സർക്കംഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എനിക്ക് ഇങ്ങനെ എടുത്തൂടെ, എ ടു ബി ഇങ്ങനെ എടുത്തൂടെ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എടുക്കാം, എ ടു ബി ഇങ്ങനെ എടുത്തൂടെ? 2 രീതിയിൽ എനിക്ക് എ ടു ബി എടുത്തൂടെ? അപ്പം എനിക്ക് പറയാം 2 രീതിയിൽ ആർക്കിന്റെ ഡെഫിനിഷൻ എനിക്ക് പറയാം അല്ലേ? ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ അല്ലേ? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്നാണ് ഞാൻ ആർക്കിന്റെ കേസ് പറഞ്ഞത്, ബിറ്റ്വീൻ 2 പോയിന്റ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 പോയിന്റുകളുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എ ടു ബി എന്ന് പറഞ്ഞാൽ എനിക്ക് 2 രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്യാം. എന്താണ്? ഒന്നില്ലെങ്കിൽ എനിക്ക് എ ടു ബി ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ പോവാം അല്ലേ? ഇതുപോലെ നമ്മൾ ഒരു സ്ഥലം വരെ, ആലുവ മുതൽ എവിടെ, കലൂര് ദേശാഭിമാനിയാ, അവിടെ വരെ നമ്മൾ മെട്രോയിലും ബസ്സിലും പോകണമല്ല അല്ലേ? മെട്രോയിൽ പോകുമ്പോൾ എന്താ, സ്ട്രെയിറ്റ് ആണ്. ബസ് ചിലപ്പോൾ തിരിഞ്ഞു വളഞ്ഞും വേറെ റൂട്ടായിട്ട് പോകണം, ഒരു എ ടു ബി അല്ലേ? അതെന്ത് വിളിക്കും നമ്മൾ? അതിനെ മൈനർ ആർക്ക് എന്ന് വിളിക്കും. എന്താണ്? മൈനർ ആർക്ക്. ഇതിനെന്ത് വിളിക്കും? മേജർ ആർക്ക് എന്ന് വിളിക്കും. എന്താണ്? മേജർ ആർക്ക്. ഓക്കെ, വീണ്ടും സ്റ്റെക്കിന്റെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, നോക്കേ സെഗ്മെന്റ്. സെഗ്മെന്റ്. അപ്പൊ ആർക്ക് എന്താന്ന് മനസ്സിലായി, സെഗ്മെന്റ് എന്താന്ന് ദേ മനസ്സിലാക്കാൻ പോകുന്നു. എന്താണ് സെഗ്മെന്റ്? ഞാനൊരു സർക്കിൾ എടുക്കുന്നു അല്ലെ? ഇതൊരു സർക്കിളാണ് അല്ലെ? നോക്കിയേ, ഈ സർക്കിളെ ഞാൻ ഒരു കോഡ് വെച്ചിട്ട്, കോഡ് എന്താണെന്ന് അറിയാലോ, ഇതൊരു കോഡാണ്. എന്താണ്? ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോഡ് എന്ന് വിളിക്കുന്നത്. ഞാനൊരു സർക്കിളിനെ കോഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ആ സർക്കിളിന് മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടാവും. എന്താണ്? മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഏരിയയും ഇതായിരിക്കും എന്ത്? മേജർ. എന്താണ് സെഗ്മെന്റ്? സെഗ്മെന്റ് ഇസ് എ ഏരിയ ഓഫ് ദ സർക്കിൾ. ആർക്ക് എന്ന് വിളിക്കുന്നത് അറിയാലോ, ആർക്ക് എപ്പോഴും സർക്കിളിന്റെ സർക്കംഫറൻസിലായിരിക്കും. അപ്പോൾ ഈ ആർക്കും അതിന്റെ കോഡും തമ്മിലുള്ള ഇതിനാണ് നമ്മൾ അതിന്റെ സെഗ്മെന്റ് എന്ന് വിളിക്കുക. അതിന്റെ സെഗ്മെന്റ് എന്തായിരിക്കും? മൈനർ സെഗ്മെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇത് നോക്കിയേ, ഇതൊരു മേജർ ആർക്കാണ്. മേജർ ആർക്ക് അല്ലെ? മേജർ ആർക്കും അതിന്റെ കോഡും തമ്മിലുള്ള ആ ഒരു ഏരിയ. ഓക്കെ, അത് നോക്കിട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആക്ച്വലി 3 സ്റ്റേറ്റ്മെന്റ് കൂടി ഉള്ളൂ. 3 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ചുപൂട്ടി പോകാം. ഓക്കെ, എന്താ പറയുന്നതെന്ന് അറിയോ? ഇഫ് ദ എൻഡ്സ് ഓഫ് എ സെമി സർക്കിൾ ആർ ജോയിൻഡ് ടു അനദർ പോയിന്റ് ഓൺ എ സർക്കിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ പറഞ്ഞ സെമി സർക്കിളിൽ നിന്നും ഞാൻ എന്താണ് പറഞ്ഞത്, ഈ സെമി സർക്കിളിന്റെ 2 എൻഡുകൾ തമ്മിൽ ഒരു പോയിന്റിലേക്ക് മുട്ടിച്ചാൽ ആ പോയിന്റ് 90 ഡിഗ്രി ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സ് ആണെങ്കിൽ ഈ എക്സ് എത്രയായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. വളരെ എളുപ്പമായിട്ടുള്ള കൺസെപ്റ്റാണ്, വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ കൺസെപ്റ്റ് പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലായോ? അപ്പോൾ
അത് എക്സ് ഡിഗ്രി ആണെന്നാണ്, അത് എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി ആണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സെഷനിലേക്ക് പോവാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഓക്കെ, നോക്കേ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയണമെന്ന് കൃത്യമായിട്ട് നോക്കിക്കോ. ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചു തരാം. ഇഫ് ദ എൻഡ് ഓഫ് an arc are joined to the point on the circle which is not a point on the arc itself, then the angle so made is the half of the central angle of the arc. മനസ്സിലായ? ഇല്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഓക്കെ, നോക്കേ, അത് ഞാൻ വരച്ചു തരാം. നോക്കേ, ഒരു സർക്കിൾ ഞാൻ എടുക്കുകയാണ്. നോക്കേ, സർക്കിൾ മാറിയില്ലേ? സർക്കിൾ മാറിപ്പോ അല്ലെ? സർക്കിൾ ആണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. ഓക്കെ, നോക്കേ, ഈ സർക്കിളിന് ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്. ഞാൻ ആ സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കേ, ഇനി ഞാനൊരു ആർക്ക് വരയ്ക്കുകയാണ് അല്ലേ? ആർക്ക് എ പി, ഇതാണ് ആർക്ക്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ ആർക്കിന്റെ ആംഗിൾ എന്താണ്? ഞാൻ ഒരു തീറ്റ ഡിഗ്രി, എന്താണ് തീറ്റ, വെറുതെ ഇരിക്കട്ടെ, അതൊന്നും വേണ്ട. നിങ്ങൾ തീറ്റ ഇപ്പൊ ടെക്സ്റ്റിൽ കൊടുത്തേക്കണം എന്താണെന്നറിയോ? ടെക്സ്റ്റിൽ സി എന്നാണ് കൊടുത്തേക്കുന്നത്. സി ഡിഗ്രി, എന്താണ് സി ഡിഗ്രി? സി ഡിഗ്രി എന്തോ ആവാം, ഏത് നമ്പർ വേണമെങ്കിലും ആവാം, അതിപ്പോൾ പറയുന്നില്ല. ഇനി അതിൽ പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, ഇവർ പറയണത് എന്താണെന്നറിയോ? ഈ ആർക്കിന്റെ രണ്ട് പോയിന്റുകൾ, ഇതൊരു ആർക്കാന്ന് മനസ്സിലായല്ലോ? ഇതല്ല ആർക്കല്ലേ? ഇതാണ് ഫസ്റ്റ് ആർക്ക്, മൈനർ ആർക്ക്. അതിന്റെ ആൾട്ടർനേറ്റീവ് ആർക്കാണ് ഇത്. ആൾട്ടർനേറ്റീവ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആക്ച്വലി മേജർ ആർക്കാണ്. മനസ്സിലാവും? അതും കൂടി ഒന്ന് വേറെ കളറിൽ വരച്ചുതരാം. ആ കളർ വിസിബിൾ ആണോ എന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, കണ്ടോ? ഇതാണ് ആക്ച്വലി, വൃത്തികേടായി പോയല്ലേ? ഓക്കെ, ഇവിടെ മുതൽ ഇതാണെന്ത്? അതിന്റെ മേജർ ആർക്ക്. മേജർ ആർക്ക് ഞാൻ നോക്കട്ടെ, ക്യാമറയിൽ നോക്കട്ടെ, വൃത്തികേടിന് കുറവുണ്ടോ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്. ഇത് നമ്മൾ ആക്ച്വലി എന്താ പറയുന്നതെന്ന് അറിയും? അതായത് നോക്കിയേ, ഇത് സി ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഈ രണ്ട് പോയിന്റുകൾ, അതായത് ഈ ആർക്കിലെ രണ്ട് പോയിന്റുകൾ ചേർത്തിട്ട് ഈ ആർക്കിലെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ആർക്കിലല്ലാതെ വേറെ ഏത് പോയിന്റിലേക്ക് യോജിപ്പിച്ചാലും ആ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി. അപ്പൊ എന്തായിരിക്കും? ഹാഫ് സി ഡിഗ്രി. എന്താണ് ഹാഫ് സി ഡിഗ്രി? പറഞ്ഞ മനസ്സിലായോ? ഹാഫ് സി ഡിഗ്രി. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാൻ ഒന്നും കൂടി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു തരാം. ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് ദ ends of an arc are joined to the point on the circle which is not a point of the arc itself, അല്ലെ? ഈ ആർക്കിന്റെ പോയിന്റ് അല്ല ഇത്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ then the angle so made, ഈ ആംഗിൾ is the half of the central angle, അതായത് സിന്റെ പകുതി ആയിരിക്കും ആ ആംഗിൾ വരുന്നതാണ് പറയുക. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സ്റ്റക്ക് ആവുന്നുണ്ടോ? എന്തായാലും കാണും, കുഴപ്പമില്ല, കുറച്ചാകുമ്പോൾ റെഡി ആവും കേട്ടോ. എന്തായാലും ഇത് വീഡിയോ റെക്കോർഡായിട്ട് കിടക്കുമല്ലോ, അപ്പൊ നിങ്ങൾ സാവധാനത്തിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റക്ക് ആവുന്നുള്ള നിങ്ങൾ പറയുന്ന എന്തിലാവട്ടെ, ഇത് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ഈ ആർക്കിന്റെ മീഡിയൻ ആംഗിൾ ആണിത് അല്ലേ? അപ്പോൾ ഈ ആർക്കിൽ നിന്നും വരുന്ന രണ്ട് പോയിന്റുകൾ ആ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സെപ്റ്റ് ഈ ആർക്കിന്റെ പോയിന്റിൽ വെച്ചാൽ അത് ഇതിന്റെ പകുതിയാവുമെന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കും. അത് പറയുന്നവർക്ക് എന്ത് ചെയ്യണ്ടേ? അതിനനുസരിച്ച് നമുക്ക് നോക്കാം എന്നാൽ ഞാൻ പറയണുള്ളൂ. മനസ്സിലായോ? കാരണം ഇത് കുറച്ച് ആദ്യം തന്നെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അത് എന്താണ്? ഇത്ര വളരെ എളുപ്പമാണ്. ഇൻ എ സർക്കിൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ. സം ഓഫ് ദ ആംഗിൾസ് ഇൻ ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ഇസ് 180 ഡിഗ്രി എന്നാണ് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, നോക്കേ, സെഷനുകൾ നോക്കേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നോക്ക്, കണ്ടോ? മൈനർ ആർക്ക്, മേജർ ആർക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. എന്താണ് മൈനർ ആൾട്ടർനേറ്റീവ് ആർക്ക്, ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്താണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. എന്താണ്
അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ വരുന്ന വാക്കാണ് എന്ത്? ടെക്സ്റ്റിൽ കുറച്ച് നോക്കാം, നോക്കിയേ. ആൾട്ടർനേറ്റീവ് അല്ല, ആൾട്ടർനേറ്റ് എന്നാണ്. എന്താണ്? ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നുണ്ട്, പിന്നെന്താ പറയുന്നത്? ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? ആൾട്ടർനേറ്റീവ് ആർക്ക് എന്നും പറയുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്നും പറയുന്നുണ്ട് അല്ലെ. ആൾട്ടർനേറ്റീവ് ആർക്ക് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇനി ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ സെഗ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയാണ് അല്ലെ. ഏരിയ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദ ആർക്ക് ഇറ്റ് സെൽഫ്, അതിനാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയാം. നമുക്കൊന്ന് സർക്കിൾ വരച്ചു നോക്കാം അല്ലേ. നോക്കേ, ഒരു സർക്കിൾ ഞാൻ വരച്ചു. അതിൽ നോക്കിയേ, ഇത് ഞാൻ ഈ ഒരു ലൈനാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്? ഇതിനാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. കോഡ് അല്ലേ. ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ എന്താ? സെഗ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താ? അതായത് ഈ പറഞ്ഞ കോഡും അതിൻ്റെ ആർക്കും തമ്മിൽ ഉണ്ടാക്കുന്ന ഏരിയ, ആ ഏരിയയാണല്ലോ ഇത് അല്ലേ. ആ ഏരിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഏരിയനാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? മൈനർ സെഗ്മെന്റ് ആണ്. ഇനി നോക്കിയേ, ഈ കോഡും അതിൻ്റെ മേജർ ആർക്കും തമ്മിൽ ഉണ്ടാക്കുന്ന ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ മേജർ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ്? ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? ഇത് മൈനർ സെഗ്മെന്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ഏതാ? അതിന്റെ മേജർ സെഗ്മെന്റ്. ഏതുപോലെ? ആൾട്ടർനേറ്റീവ് ആർക്ക് പറഞ്ഞതുപോലെ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ക്ലാസ്സിന്റെ പകുതി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇനിയുള്ളത് സർക്കിൾസ് പിന്നെ ക്വാഡ്രിലാറ്ററൽസ് ആണ്. ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്, ഒരു പോളിഗൺ ആണ് അല്ലേ. പോളിഗൺ എന്താ? മൾട്ടി സൈഡഡ് ആയിട്ടുള്ള ഷേപ്പ് അല്ലെ, 2 ഡയമെൻഷനൽ ആയിട്ടുള്ള ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിഗൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു പോളിഗണാണ്, 4 സൈഡുള്ള ഒരു പോളിഗണാണ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ സർക്കിൾസും ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സെഷനാണ് നിങ്ങൾക്ക് ആക്ച്വലി ലാസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി ആക്ച്വലി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ആരും മറുപടി ഒന്നും പറയുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതാം. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഇസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കോ, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എഴുതാം. ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ തൽക്കാലം എഴുതി തരാം, നിങ്ങൾ എഴുതിക്കോ. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഇസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ. അപ്പൊ പിക്ചർ വരക്കണ്ടേ? പിക്ചർ ഇതേ വരക്കണം. മനസ്സിലായോ? നോക്കിയേ, ഓക്കെ, ഇത് 40 ഡിഗ്രി ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എത്രയെന്നാണ് ചോദിച്ചത്. പഠിച്ച 2 സ്റ്റേറ്റ്മെന്റ് മതി ഇത് ഉത്തരം ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ പഠിച്ച 2 സ്റ്റേറ്റ്മെന്റ് മതി ഇത് ഉത്തരം ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക് ഇൻ ദ പിക്ചർ ബിലോ. പിക്ചറിൽ മാർക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആർക്ക് ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പടം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ഉണ്ട്, ഭാഗ്യം അല്ലേ. നോക്കിയേ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? ഈ ആർക്കിന്റെ മീഡിയം ആംഗിൾ ആണ് C ഡിഗ്രി അല്ലെ. ആർക്കിന്റെ മിഡിൽ ആംഗിൾ ആണ് C ഡിഗ്രി. ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, സർക്കിളിൽ ഒരു പോർഷനാണ് ആർക്ക് എന്ന് പറയാം. അതിന്റെ ആംഗിൾ C ഡിഗ്രി ആണെങ്കിൽ ഈ ആർക്കിന്റെ 2 പോയിന്റിൽ നിന്നും സർക്കിളിന്റെ ഏത് പോയിന്റിലേക്ക് എടുത്താലും അവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ സിന്റെ പകുതി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അത് തന്നെ മതി ഇവിടെ. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വെച്ച് ഞാൻ പറയാം, 40 ഡിഗ്രി ആണെങ്കിൽ മീഡിയൻ ആംഗിൾ എത്ര? 80 ഡിഗ്രി. കഴിഞ്ഞു, ആൻസർ കിട്ടി. ഇത്രേ ഉള്ളൂ, 2 മാർക്ക് കിട്ടി. അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അതായത്
ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പോലെ വലിയ കാര്യത്തിൽ എഴുതാനില്ല. എന്താ ബുദ്ധി ഉപയോഗിച്ചാൽ മതി അതുണ്ടെങ്കിൽ. മനസ്സിലായോ? അതായത് സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? ഇവിടെ സി ഡി ആ ക്വസ്റ്റിനിൽ പറഞ്ഞത് നോക്കേ കണ്ടോ, ഇവിടെ ഇവിടെ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 40 ആണെങ്കിൽ നോക്കേ ഇതായിരിക്കുമല്ലോ സെന്റർ. ഉണ്ടോ? ഇത് എത്ര ആയിരിക്കും? 80 ആയിരിക്കും. പറഞ്ഞത് 80ന്റെ ഹാഫ് ആയിരിക്കും 40 എന്നാ പറഞ്ഞത്. അപ്പൊ ആൻസർ എന്താണ്? 80 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സാർ പൂജ വെച്ചില്ലേ? പൂജ വെക്കാം. നിങ്ങളൊക്കെ വെക്കിട്ടോ. സ്റ്റക്ക് മാറിയ ഹർഷ വെക്കാം. എന്തായാലും നിങ്ങൾ ഇത് കേക്ക്, അത് നമുക്ക് പിന്നീട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇത് മനസ്സിലായല്ലോ? വളരെ എളുപ്പത്തിൽ നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ ആൻസർ ചെയ്ത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയാം, അത് കഴിഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനോട് കഴിഞ്ഞ് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ എഴുതിക്കോ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം, തല വെച്ച് കണക്കൂട്ടരുത്, ബുക്കിൽ എഴുതാം. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഇസ് ഷോൺ. ഒന്നുകൂടി പറയാം. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഇസ് ഷോൺ ബിലോ. അങ്ങനെയാണെങ്കിൽ ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കിയേ, ആ ഡയഗ്രം കൂടി വരച്ച് നമുക്ക് ഇത് തീരുമാനമാക്കി തരാം. നോക്കിയേ, കണ്ടോ, ഒരു സർക്കിൾ ഞാൻ വരക്കുന്നു. മനസ്സിലായോ? ഈ സർക്കിളിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഞാൻ വരച്ചുതരാം. ഓക്കെ, 100 ഡിഗ്രി. എന്താണ് 100 ഡിഗ്രി? അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ എളുപ്പം. അതായത് സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ തന്നെ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഇത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ളതാണ്. നോക്കിയേ നിങ്ങൾ, നമ്മൾ നേരത്തെ ചെയ്തില്ലേ 40 80 ആയില്ല, അതേപോലെ തന്നെ. നോക്കിയേ, ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഞാൻ A B C D അല്ലെ 4 പോയിന്റും കൊടുത്ത്, സർക്കിളിന്റെ 4 പോയിന്റും കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ 2 ആംഗിളുകളാണ്. നിങ്ങൾ നോക്കിയേ, എൻ്റെ എ ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ ആംഗിൾ എത്ര? എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓ കൂടി കൊടുത്തേക്കാം. അപ്പോൾ AOB എന്താണ്? ആംഗിൾ AOB എന്താണ്? 100 ഡിഗ്രിയാണ് അല്ലെ? 100 ഡിഗ്രിയാണ്. എന്താണ്? ആംഗിൾ AOB എന്താണ്? 100 ഡിഗ്രിയാണ്. അതായത് ഈ പറഞ്ഞ ആർക്ക് അല്ലെ, AB എന്ന് പറഞ്ഞ ആർക്കിന്റെ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ എ ബിയിൽ നിന്നും എടുക്കുന്ന 2 പോയിന്റുകൾ ഏത് സർക്കിളിന്റെ എവിടെയെങ്കിലും മുട്ടിയാൽ അത് 100ന്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇത് 50 ആണ്. കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ എന്താണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ADB എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചാണ്, സ്റ്റേറ്റ്മെന്റ് പഠിച്ച ആൾക്ക് വളരെ എളുപ്പമാണ്. മനസ്സിലായോ? ഇനി ചോദിച്ചേക്കണം ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, ഈ ആംഗിൾ എടുത്താൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത്രയായിരിക്കും. എന്ത്? 360 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഉണ്ടല്ലോ, അതായത് 260 ഡിഗ്രി. 260 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതൊരു ആർക്കായിട്ട് ഞാൻ എടുക്കുകയാണ് അല്ലെ? ഇതൊരു ആർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഏതാ? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 260 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ 260ന്റെ പകുതി ആയിരിക്കും ഇവിടെ വരാം. മനസ്സിലായി? ഏതുപോലെ 100ന്റെ പകുതി 50 ആയ പോലെ 260ന്റെ പകുതി ആയിരിക്കും ഈ പറഞ്ഞ ആംഗിൾ, അതായത് ആംഗിൾ ADB അല്ലെ? ആംഗിൾ AD അല്ല, ACB. അപ്പൊ ആംഗിൾ ACB എന്തായിരിക്കും? ഇത് 260 ആണെന്ന് അറിയാലോ. ആ 260ന്റെ ആ 260 എന്ന് പറഞ്ഞ ആർക്കിൽ നിന്നും സർക്കിളിന്റെ ഏത് പോയിന്റിലേക്ക് വരച്ചാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് ഇതിന്റെ പകുതി ആയിരിക്കും. 260ന്റെ പകുതി എത്രയാണ്? 130 ഡിഗ്രി. മനസ്സിലായോ? വളരെ എളുപ്പം,
വളരെ എളുപ്പമായിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായോ? അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യങ്ങളും അതുകൊണ്ട് കഴിഞ്ഞാൽ പരിപാടി അവസാനിച്ച്, അതായത് നിങ്ങളുടെ ചാപ്റ്റർ അവസാനിച്ച്. മനസ്സിലായോ? അത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇനി നമുക്ക് അടുത്ത ലൈവിൽ കാണാം. അടുത്ത ലൈവിൽ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 ചോദ്യം ചോദിച്ചോളൂ. ഇന്നിപ്പോൾ ആരും വന്നില്ല, അതുകൊണ്ട് സാറിൻ്റെ പൈസ ബാങ്കിൽ തന്നെ കിടക്കട്ടെ. സാറിന് സമാധാനമായിട്ടില്ല. കാരണം എന്താ, നിങ്ങൾ ഉത്തരം പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, കണ്ടീഷൻ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നാളെ അടുത്ത ലൈവിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ചാപ്റ്റർ 2, അതായത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്റർ ഞാൻ തീർത്ത് തരാം. ഓക്കെ.